ഇതുവരെ ആരും പരീക്ഷിച്ച് നോക്കിയിട്ടില്ലാത്ത ഒരു പുതിയ പായസമാണ്. ഒന്ന് ചെയ്ത് നോക്കണേ. നെയ്യിലും അണ്ടിപ്പരിപ്പും എല്ലാം ചേർത്ത് ഇത് തിളച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല മണവുമാണ്. നെയ്ക്കകത്ത് കിടന്ന് വെന്ത് വരുന്ന ആ ഒരു മണം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനം എന്തുവാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഉണ്ടോ, നല്ല രസമുണ്ട് കാണാൻ തന്നെ. മണം മൂക്കിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് കുടിക്കാനായിട്ട് തോന്നും, അത്രയ്ക്കും ടേസ്റ്റാണ് അതിന്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. മുതിരയാണ്. മുതിര വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 250 അത് നമുക്ക് വൃത്തിയായി കഴുകിയെടുത്തിട്ട് ഒരു കുക്കറിലിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. 4 വിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് അത് ഒന്നടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ആവശ്യമുള്ള വെള്ളവുമായിട്ട് കുക്കറിൽ വെച്ചേക്കുക. അതോടൊപ്പം തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് ആവശ്യമായ ശർക്കര, ഒരു 250 ഗ്രാം കാണും ശർക്കര, അതുകൂടെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഉരുകാനായിട്ട് അടുപ്പിൽ വയ്ക്കുക. അതുപോലെ തന്നെ ഒരേ സമയത്ത് ഇതെല്ലാം ചെയ്യാമെങ്കിൽ പെട്ടെന്ന് ജോലി തീരും. കുറച്ച് തേങ്ങ കൊത്തിയത് എടുത്തിട്ട് അത് നെയ്ക്കകത്ത് മൂപ്പിച്ചെടുക്കുക. ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ അതിങ്ങനെ ഒന്ന് മൂപ്പിച്ച് ചിക്കി കൊടുക്കുക. എന്നിട്ട് അതേ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരി, ഉണക്ക മുന്തിരി ഇട്ട് അതും വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുക. ഇത് കോരി മാറ്റിയ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ആ വേവിച്ച് വെച്ച മുതിര അതിലേക്ക് തട്ടിയിട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് കൂടെ നമുക്ക് ചേർക്കാം. നെയ്യ് ഇഷ്ടമാണെങ്കിൽ 1-2 സ്പൂൺ ചേർത്താലും തെറ്റില്ല. നെയ്യ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ആ ഉരുക്കി വെച്ച അതിനേക്കാൾ നമുക്ക് ഒരു സ്പൂണ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ മുതിരയ്ക്ക് വലിയ കൊഴുപ്പില്ലാത്തതാണ്. ഇല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ചേർത്താലും മതിയാവും. ഇപ്പോൾ ഞാൻ ഇച്ചിരി റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് അതൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് ഓരോരോ സാധനങ്ങളും ചേർത്ത് കൊടുക്കാം. ശർക്കര ആ പാനി തെളിച്ചതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കയാണ്. നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ സീഡ് മാത്രം ഇടിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി, കൂട്ടത്തിൽ കിടന്ന് വെന്ത് അതിൻ്റെ ഗുണവും മണവും, കാരണം പായസത്തിനൊക്കെ ഏലക്ക നല്ലതാണല്ലോ, മണവും കൂടെ വരാൻ വേണ്ടി ഏലക്കാപ്പൊടി ചേർക്കുകയോ അല്ലെങ്കിൽ ഏലക്ക തന്നെ ചേർക്കുകയോ ചെയ്യാം. എന്തൊക്കെയാലും അതിൻ്റെ തൊലി കളഞ്ഞ് വേണം ഉപയോഗിക്കാൻ. അതിനുശേഷം 1 ഗ്ലാസ് പാലാണ് ഞാനതിന് ചേർത്ത് കൊടുക്കുന്നത്. അത് പശുവിൻ പാൽ ചേർക്കാം, ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ, നല്ല കൊഴുത്ത തേങ്ങാപ്പാലുണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ നല്ലത്. ഞാനിപ്പോൾ പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്താലും മതിയാവും. അത് കുറേശ്ശെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്നിച്ചൊഴിക്കരുത്,
അപ്പോൾ ചിലപ്പോൾ ഒരുമാതിരി പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം കുറേശ്ശെ കൊടുത്തിങ്ങനെ അനക്കി കൊടുക്കുക. അങ്ങനെ ആ ഒരു ഗ്ലാസ് പാലും അതിനകത്ത് ചേർക്കുക. വളരെ പെട്ടെന്നാണ് ഈ പാചകം. ഒന്ന് ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റുമാണത്. ഈ മുതിര എന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യദായകമായതാണ്, നല്ല ആരോഗ്യം കിട്ടും. എല്ലാത്തരം ആളുകൾക്കും കഴിക്കാൻ പറ്റുന്നതാണ്, ഷുഗറുള്ളവർക്കും പ്രഷറുള്ളവർക്കും. പിന്നെ മധുരത്തിനകത്ത് കോംപ്രമൈസ് ചെയ്യുക, വേണമെങ്കിൽ കുറച്ച് ചേർക്കുക, അല്ലെങ്കിൽ ചേർക്കാതെ തന്നെ ഈ തേങ്ങാപ്പാലോ പശുവും പാലൊക്കെ ചേർന്ന് വെന്ത് വരുന്നതിനകത്ത് ശർക്കര ഒഴിവാക്കിയും എടുക്കാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയണേ. താങ്ക് യു. കാണാനും നല്ല ഭംഗിയാണ്, അതോടൊപ്പം തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുമല്ലോ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.